യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവളല്ല മുറിവേൽപ്പിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. ആരാ മുറിവേൽക്കപ്പെട്ടത്? അവൻ, യേശു. അതാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇത്ര നല്ല ദൈവം അഞ്ച് മുതൽ 6 മുതൽ വായിച്ചത്. യെശയ്യാ 53:6 വരെ. കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറയണം. കാര്യം അത്ര വലിയ ദൈവിക പദ്ധതിയാണ്, രക്ഷാകര പദ്ധതിയാണ് ദൈവം ഈശോയിലൂടെ നിറവേറ്റുന്നത്. അതാണ് ആ രക്ഷകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അവൻ്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ നമുക്ക് പകരക്കാരനായി ക്രൂശിക്കപ്പെട്ടു. നമ്മളെ ക്രൂശിക്കപ്പെടും. നമ്മുടെ പാപത്തിന് ശിക്ഷയായിട്ട് നമ്മളെ ക്രൂശിക്കപ്പെടുന്നതിന് പകരമാണ് അവൻ നമ്മുടെ പകരക്കാരനായി. നമ്മുടെ രോഗങ്ങളവൻ ഏറ്റെടുത്തത്. ഭാരങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. അത് നമ്മൾ ആവർത്തിച്ച് വായിച്ച് നോക്കിയത്. താഴേക്ക് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ അഭിഷേകം കൊണ്ടാണ് സമയം. 53:6 മുതൽ താഴേക്ക് വായിക്കുക. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. ആടുകളെ പോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമെന്ന്. അപ്പോൾ ആടുകളല്ലേ ഇടത്തോട്ടും വലത്തോട്ടും തിരിയണത്. ഓരോരോ പച്ചപ്പ് കണ്ടും കടിച്ചു തിന്നാൻ വേണ്ടി അങ്ങോട്ട് അവരവരുടെ താല്പര്യ ഇംഗിതങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പാദങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെ പാതകളും നമ്മൾ അപഭ്രംശം സംഭവിച്ചു. അതാണ് ആടുകളെ പോലെ നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. കാര്യം നമ്മളെ അകൃത്യങ്ങൾ നമ്മുടെ മേൽ ചുമത്തിയിട്ട് കാര്യമില്ല. എന്താ കാര്യം? നമ്മൾ ചെയ്തിരിക്കുന്നത് ആരോടാണ്? ദൈവത്തോടായത് കാരണം നമുക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം നമ്മൾ ഒരു മൃഗത്തെ എറിയണതും ഒരു ഡിഗ്നിറ്ററിയനെ എറിയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പരിഹരിക്കാൻ പറ്റത്തില്ല. ശിക്ഷ അപാരമായിരിക്കും. അതുകൊണ്ട് പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ പാപം വചനലംഘനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പാപമാകുന്നത് തിരിച്ച് എത്താൻ നമ്മളെ തടസ്സപ്പെടും. അതാണ് വിഷയം. പിതാവ് ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ച് എത്താൻ പറ്റുന്നതിന് ദൈവം നമുക്ക് കറക്റ്റായിട്ടുള്ള വഴികൾ, വചനത്തിൻ്റെ വിളക്കുകളും വെച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ അംഗീകരിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾക്ക് പോയി. ഈ സ്വന്തം അതാണ് വായിച്ചമാർക്ക് ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ്റെ മേൽ, അവളുടെ മേലല്ല ചുമത്തിയത്, അവൻ്റെ. അതാണ് ദൈവികമായ പദ്ധതിയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു മനുഷ്യൻ്റെ പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് ആ പ്രകൃതിയിൽ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് അതാണ് ദൈവത്തോട് സമാനതയുള്ള അത് പരിഗണിക്കാതെ ദാസനായി മരണത്തോടും കുരിശുമരണത്തോടും തന്നെ താഴ്ത്തിയെന്ന് പൗലോസ് പറഞ്ഞ അങ്ങനെയാണ്. കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ്. അവൻ കൃപയുടെ ഒരു സമുദ്രമാണ്, അതിനെ കൃപയുടെ ഒരു തടാകമാണ്. ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരണത്. അതിന് ഏറ്റവും വലിയ നദി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. കൃപയുടെ തടാകം ആരാണ്? പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം കൃപയുണ്ടാകണത്.
പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക. 18:12 എടുത്ത് 12:18 മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അതാണ് വിഷയം. ദാസൻ, ദാസിയല്ല. ഇതാ ഞാൻ. ഈ വിഷയത്തിന് വേണ്ടി ദൈവപിതാവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതാണ് ഏക രക്ഷകനെന്ന് പറയണത്. നമ്മൾ പല രക്ഷകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച. എൻ്റെ ആത്മാവ് പ്രസാദിച്ച. ആ പ്രസാദമാണ് കൃപയെന്ന് പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ ആത്മാവിനെ അയക്കും. അടുത്ത വായിച്ച്. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഇതാരാണ് വിഷയം? തെരുവീതികൾ അവന്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞ എന്താണ്? അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച, പ്രതികരിക്കാത്ത. നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജപ്തി ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ. ഞാൻ ഉടമ്പടി എടുത്താണല്ല, എൻ്റെ പച്ചത്തിരി 2 കത്തിച്ചല്ല, നീലത്തിരി 3 കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വിഷയം. നമുക്കൊരിക്കലും അതാണ്. അത് വായിച്ച് താഴേക്ക് വായിച്ച്. നീതിയെ വിജയത്തിൽ അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം, അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ മല്ലടിക്കത്തില്ലെന്ന്. അവർ ഒരു പനി വന്നാൽ ആ പനി 2 ദിവസം നിന്നാൽ, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചതാണല്ല, ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവീതി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന്. തെരുവീതികളിൽ കൂടെ വായിക്കുന്ന ഐസയ്യാ 53:9 എന്താ പറയണത്? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. കർത്താവിൻ്റെ ഏകരക്ഷകത്തിൻ്റെ രക്ഷകൻ്റെ യോഗ്യത എന്താണ്? കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്ക് എൻ്റെ മേൽ പാപം ആരോപിക്കാൻ കഴിയും? അതാണ് ഈ ഐസയ്യാ പറയണത്. എന്താണ് അവൻ വായിച്ചു പറഞ്ഞ്? അവൻ ഐസയ്യാ 53:9 അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന്റെ ക്ഷതങ്ങൾ കാരണമെന്ന് അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അടുത്ത വായിച്ച്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവന് പാപപരിഹാര ബലിയായി യേശു തന്നെ അർപ്പിക്കുമ്പോഴേ യേശു കണ്ട് ദീർഘായുസ് പ്രാപിച്ച ആരെയാണ്? അവൻ്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് പാപക്ഷമ സ്വീകരിക്കാൻ പോകുന്ന ചക്രവാളങ്ങൾ പോലെ നീണ്ട ദിഗന്ധങ്ങളും അതുപോലെ തന്നെ ദേശാന്തരങ്ങൾ കവിഞ്ഞ എല്ലാ തലമുറകളിലും ഉള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ നാമത്തിൽ യേശു എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. യേശുവിനും ദൈവത്തിനും എനിക്കും ഇടയിലുള്ള ഏകരക്ഷകനാണ് അവനെന്നും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ അവൻ എൻ്റെ മേലുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രക്ഷ നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ യേശു രക്ഷിക്കപ്പെടുന്നൊരു ജനത്തെ കാണുമ്പോഴേ അവൻ കുരിശിൽ ദീർഘായുസ് പ്രാപിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഇറ്റ് ഈസ് അക്കംപ്ലീഷ്ഡ്, എല്ലാം പൂർത്തിയായ എന്നാണ്. അവനാണ് ഏകരക്ഷകൻ. ഇനി അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്കെല്ലാം എന്ത് സംഭവിക്കും? കൃപയ്ക്ക് മേൽകൃപ ലഭിക്കും. ഏത് കൃപയാണ്? പിതാവിന് അവനോടുണ്ടായിരുന്ന പ്രസാദം. അത് ഏത് പ്രസാദമാണ്? മത്തായിയുടെ സുവിശേഷം 12:18 പ്രസാദം. ഒന്നിട്ട് വായിച്ച്. മത്തായി 12:18 വായിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ്
ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ദാസൻ, ആ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറയണത് ആ കർത്താവിൻ്റെ ഏറ്റവും പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രസാദമാണ് യേശുവിനുള്ളത്. ആ യേശുവിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതാ നമ്മൾ യേശുവിൻ്റെ ആത്മാവ് എന്ന് വിളിക്കല്ലേ. യേശുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരിശുദ്ധാത്മാവ് അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിൽ, ഇപ്പം നമുക്കറിയാം കറണ്ട് ഒരു സ്വർണത്തിലൂടെ കടത്തിവിടാം, കറണ്ട് ഒരു അലൂമിനിയം കമ്പിലൂടെ കടത്തിവിടാം, കറണ്ട് ഒരു ചെമ്പ് കമ്പിലൂടെ കടത്തിവിടാം. ഇതിൻ്റെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നത് എവിടെയാണ്? സ്വർണത്തിന് പ്രസരണ നഷ്ടം ഉണ്ടാകും. ഇപ്പം നമ്മൾ 10 വോൾട്ട് കടത്തിവിട്ടാൽ ചെമ്പ് കമ്പി അലൂമിനിയം കമ്പിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ അത് 60 മാറും. കാര്യം എന്താ? അലൂമിനിയം കറണ്ട് കുടിക്കും. അതാ വിഷയം എന്നത്. പക്ഷേ ചെമ്പ് കമ്പിയാണെങ്കിൽ നല്ല ചാലകശേഷി ഉള്ളതാണ്. ഒരു 90% കറണ്ടും അപ്പുറത്തെത്തും. അപ്പോൾ ഇപ്പോഴെന്താ പ്രശ്നം? പരിശുദ്ധാത്മാവിൻ്റെ പവറ്, അതാണ് അവൻ്റെ പരിശുദ്ധാത്മാവിനൊരു പൂർണ്ണതയുണ്ട്. അത് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്. ലാലി ജെയിംസ്, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 6/7/2022 ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട്ട് സ്ഥലം വിൽക്കാനായിട്ട് 2 വർഷമായി ഞങ്ങളതിൻ്റെ പുറകെ നടക്കണ്. 50 പ്രാവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും ഒരു കാര്യവും നടന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ ഈ ആധാരത്തിനോട് കൂടെ വെച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവി 2 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്നു, ഒന്നും ഞങ്ങൾക്ക് നടത്തി തരുന്നില്ല. അവർ പറയണത് തൃപ്പൂണിത്തുറ ട്രൈബ്യൂണൽ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ശരിയാക്കി നിങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചത് ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി അമ്മ എൻ്റെ കൂടെ വന്ന് ഈ കാര്യം എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞ് ആ കാശ് രൂപം ആധാരത്തിൻ്റെ കൂടെ വെച്ച് ഞാൻ ഓഫീസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്ന് അന്ന് തന്നെ ആ നിമിഷം തന്നെ അന്ന് തന്നെ അവിടുത്തെ തഹസിൽദാർ വില്ലേജ് ഓഫീസറിന് പോക്കുവരവ് നടത്തി കൊടുക്കാൻ ഉള്ള ഉത്തരവിട്ട ലെറ്റർ കൈപ്പറ്റുകയും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളെല്ലാവരും ചെന്ന് ആ ഉടമ്പടി അതിന് വേണ്ടിയിട്ട് പോക്കുവരവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇത് കഴിയുമ്പോഴേക്ക് ശരിയാവുമെന്ന് ഞാൻ മാതാവും എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. രണ്ടാമതായി എൻ്റെ മോൾക്ക് അത് IELTS എക്സാം എഴുതാനായിട്ടായിരുന്നു. ആദ്യമേ ഇവിടെ വന്നത് നെറ്റ് എഴുതാനായിട്ടാണ് ഞങ്ങൾ നിയോഗം വെച്ചത്. അപ്പം മാതാവിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നെറ്റ് എന്നുള്ള ആ ഒരു ഇത് മാറി IELTS എന്നുള്ള ഒരു ഇത് എൻ്റെലേക്ക് വന്ന്. IELTSൻ്റെ കാര്യം മോളോ ഞാനോ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്തോ ഒരു മിറാക്കിൾസ് പോലെ അതെൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ ആ IELTS ആ നെറ്റ് എന്നുള്ള സ്ഥാനത്ത് IELTS എന്ന് വെട്ടി എഴുതുകയും ചെയ്ത്. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോള് IELTSൻ്റെ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും 1 മാസം കൊണ്ട് അവൾ ഓൺലൈൻ എക്സാം എഴുതി 7.5 സ്കോറിലൂടെ പാസ്സാവുകയും ചെയ്ത്. ഈ എക്സാമിന് പോയപ്പോഴേക്കും മോളുടെ കയ്യിൽ ഞാൻ കാശ് രൂപം കൊടുത്തു. ഈ ഉടമ്പടി കാശ് രൂപം കൊടുത്തിട്ടും പറഞ്ഞു, മോളെ ഇത് വെച്ചിട്ട് നീ പ്രാർത്ഥിച്ച് ഉടമ്പടി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം എക്സാമിന് ഹോളിൽ കയറാൻ. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഫസ്റ്റ് ടൈം തന്നെ ദൈവകൃപയാൽ അത് ലഭിച്ചു. എൻ്റെ ഈശോയിനും മാതാവിനും നന്ദി. ഇനി എൻ്റെ മോളുടെ കാര്യത്തിനെല്ലാം എൻ്റെ ഈശോയും മാതാവും ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒരു 3-4 വർഷമായിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഭയങ്കര ഗ്യാസായിരുന്നു. അതുകൂടാതെ ഒരു പ്രാവശ്യം, അതായത് ഒരു 11 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വരിയിൽ അന്നത്തെ ദിവസം എനിക്ക് ഗ്യാസായിരിക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുപോലെ ഗ്യാസിൻ്റെ ഭക്ഷണം ഒന്നും എനിക്ക് കഴിക്കാനും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് അത് കഴിച്ച് മാതാവിൻ്റെ തൈലവും എടുത്ത് കഴിച്ചിട്ട് വിശ്വാസ പ്രമാണം എത്രയും തേയുള്ള മാതാവും ചൊല്ലി പ്രാർത്ഥിച്ച് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ട് എനിക്ക് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം എനിക്കില്ല.
ഇത് എൻ്റെ ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. എൻ്റെ പേര് ലത. ഞാൻ വയനാട് മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നത്. ഞാൻ 2022 മെയ് 27 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോന് 3 വർഷമായി കാലിൽ ഭയങ്കര ചൊറിച്ചിലും അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്മള കുത്തിയിട്ട് ആകെ കാലെല്ലാം നാശമാവുമായിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് പൊട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ വീഴുന്ന അതേ കൊഴുപ്പായിരുന്നു. ഒരു കാലും വിരലുകളെല്ലാം അഴുകിയിട്ട് 27 വയസ്സുള്ളൊരു ഒരാൺകുട്ടി ഇങ്ങനെയൊക്കെ കാല് വെച്ച് നടക്കുമ്പം തന്നെ അവനൊരു നാണക്കേട് പോലെയായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. എന്നിട്ട് മരുന്ന് കഴിക്കും, അന്നേരം ഭേദമാവും. അത് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ കുമ്മളകൾ കുത്തി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം എടുത്ത് 2 ദിവസം എൻ്റെ മോൻ്റെ കാലയിൽ പുരട്ടി വിശ്വാസ പ്രമാണം പുരട്ടി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മങ്ങല തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ ജോലിക്ക് പോയി അവ കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ്, മമ്മി എൻ്റെ കാലിൻ്റെ ഇപ്പം കുമ്മളയൊന്നും മുട്ടുന്നില്ല, കാലിലിപ്പോൾ ചൊറിച്ചിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുക, എനിക്ക് ആ ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരാൻ പറഞ്ഞ്. അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോള് ഒരു നേഴ്സാണ്. അവൾ ഏപ്രിൽ 6 അവൾ UK പോയത്. അവിടെ ചെന്ന് കഴിയുമ്പം ഓസ്കി എന്നൊരു എക്സാം ഉണ്ട്. എക്സാം പാസ്സായാൽ മാത്രമേ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സാവുള്ളൂ. അപ്പം അവർക്ക് എക്സാം സെപ്റ്റംബർ മാസത്തിലാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഡേറ്റ് കിട്ടി, എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പം 10-20 ദിവസം കഴിഞ്ഞു. എന്നിട്ട് അവൾക്ക് പിൻ നമ്പർ കിട്ടിയില്ല. അവൾ അവിടുത്തെ NMCയിൽ വിളിച്ച് ചോദിച്ചവൻ പറഞ്ഞു 35 ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ മാതാവല്ലേ, എനിക്ക് ആ സമയം ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അമ്മ എനിക്കത് 3 ദിവസം കൊണ്ട് എനിക്കത് എൻ്റെ മോൾക്ക് പിൻ നമ്പരും കിട്ടി. ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK എൻ്റെ മോൾ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഈ തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻസി മോൺസി. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മുനമ്പം പള്ളിപ്പുറം കോലത്തുംകടയിൽ നിന്ന് വരുന്നു. എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് അടുത്ത് തന്നെ ഗർഭിണിയായെങ്കിലും ഇരട്ടക്കുട്ടികളായിരുന്നു. 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവിച്ച് മരിച്ചുപോയി. 2ാമത് ഗർഭിണിയായെങ്കിലും പിന്നെയും കുഞ്ഞിനെ 2 മാസമായപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് അതും അബോർഷനായി. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രസാദവര മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2018 ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഗർഭിണിയായെങ്കിലും പിന്നെയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, കുഞ്ഞിന് ഫ്ലൂയിഡ് കുറവായിരുന്നു, മറുപിള്ള ശരിയായിരുന്നില്ല. എന്നാലും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ തൈലം ഉദരത്തിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പ്രസവ സമയമായപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് മാതാവ് എൻ്റെ മോളെ നൽകി അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സോണി മേരി ജോർജ്. ഞാൻ എറണാകുളം ജില്ലയിലെ NAD കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് കൃപാസനത്തിനെ കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും എല്ലാം അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു 2 അത്ഭുതമാണ് കൃപാസന മാതാവ് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത്.
എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2020 തൊട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന സ്കോർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഈ ഒക്ടോബർ 22 ഡേറ്റ് എടുത്തു. ആ ടൈമിൽ ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നായിരുന്നു. എനിക്കൊരു ആക്സിഡൻ്റ് ആയി, പിന്നെ എനിക്ക് കുറച്ച് പനിയും ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു വീട്ടിലെല്ലാവരും. നമുക്ക് എന്തെങ്കിലും ഒരു നന്മ വരാനുണ്ടെങ്കിൽ അതിനു മുമ്പ് പൈശാചിക ശക്തി നമ്മളെ തളർത്താനും നമ്മളെ ഒത്തിരി ഇമോഷണലി ഡൗൺ ആക്കാനൊക്കെ നോക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ 16 ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഒക്ടോബർ 14 എനിക്കൊരു ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ താഴത്തോട്ട് മറിഞ്ഞു വീണു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വലത്തേക്കാലിൻ്റെ ആംഗിളിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി തിരിഞ്ഞാണ് ഞാൻ വീണത്. എനിക്ക് ആ വീഴുന്ന സമയത്ത് എനിക്ക് ബോധം പോകുന്ന പോലെയൊക്കെ തോന്നി. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് റിലാക്സ്ഡായി. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് കാല് തറയെ കുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നടക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവെ, ഞാൻ പറഞ്ഞതല്ലേ ഞായറാഴ്ച വന്ന് എനിക്ക് അമ്മ മാതാവിനെ കാണണം, എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയും മെഴുകുതിരി കത്തിച്ചു വെച്ച് അവളും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാനും മാതാവിനോട് കരഞ്ഞ് ശരിക്കും പ്രാർത്ഥിച്ചു, മാതാവെ എനിക്ക് സൗഖ്യം തരണേ, എനിക്ക് അടുത്ത ദിവസം വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതം എന്ന് പറയാലോ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ കാല് തറയെ കുത്തുന്നതിനോ ആ ഒരു നല്ല രീതിയിൽ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഒരു ചെറിയ തടിപ്പല്ലാതെ അവിടെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എനിക്ക് നടക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ എൻ്റെ സിസ്റ്ററിന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോഴും എനിക്ക് അടുത്തൊരു ടെൻഷനായി, എൻ്റെ ദൈവമേ എക്സാമിന് മുമ്പ് ചിക്കൻ ബോക്സ് വരുവാണെങ്കിൽ വീണ്ടും എക്സാം ഡിഫർ ചെയ്യേണ്ടി വരും, എക്സാം എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് ചിക്കൻ ബോക്സ് വരല്ലേ, അങ്ങനെ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ 22 വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെയധികം ആരോഗ്യത്തോടു കൂടി തന്നെ പരീക്ഷയ്ക്ക് പോയി. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ മാലയോട് ചേർത്തിട്ടിട്ടാണ് ഞാൻ പോയത്. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ എക്സാം ഞാൻ വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത്. പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് നോർമലായിട്ടാണ് എക്സാമിന് പോയത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ലിസണിങ് ആയിരുന്നു. ലിസണിങ്ങിൻ്റെ ടൈമിൽ ലിസണിങ് സാധാരണ ഉള്ളതിനെക്കാട്ടി ഏപ്പാട്ടൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻറ്റയർ ഞങ്ങളുടെ എക്സാം എല്ലാം ഭയങ്കര പാടായിരുന്നു. ഈവൻ സ്പീക്കിംഗ് പോലും സ്പീക്കിംഗ് അത്യാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് സ്പീക്കിങ്ങിന് പോലും എനിക്ക് നന്നായിട്ട് എൻ്റെ 100% കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള ഭയങ്കര സങ്കടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ച് ഡിപ്രഷനിലാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. അങ്ങനെ ഞാൻ ഒത്തിരി പക്ഷേ ഞാൻ വിശ്വസിച്ചു, എൻ്റെ കഴിവിനാൽ എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ മാതാവിലും യേശു കർത്താവിലും നല്ല രീതിയിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും എനിക്ക് പാടായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിക്കുന്നതിലപ്പുറം എനിക്ക് എല്ലാ മൊഡ്യൂളിലും എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് UK സ്കോറ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചു. ഇതൊരിക്കലും എൻ്റെ കഴിവിനാൽ എനിക്ക് കിട്ടിയ ഒരു കാര്യമല്ല. കാരണം എൻ്റെ കഴിവിനാലായിരുന്നെങ്കിൽ എനിക്ക് അതിന് മുമ്പ് കിട്ടിയാനേ. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എനിക്ക് യേശു കർത്താവ് തന്നതാണ്. അങ്ങനെ എൻ്റെ എക്സാം കംപ്ലീറ്റ് തീർന്ന് അന്ന് വൈകുന്നേരം എനിക്ക് വയ്യാണ്ടായി. എനിക്കും ചിക്കൻ ബോക്സായി. എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് അത്രയും വയ്യാണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥന മുടക്കാതെ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ OET ക്ലിയർ ആയി. അപ്പോൾ അതാണ് എനിക്കിവിടെ ഉണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് 1 മാസം പോലും ഇതുവരെ ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ഏറ്റവും ആദ്യം വെച്ച എൻ്റെ നിയോഗം തന്നെ മാതാവ് എനിക്ക് നടത്തി തന്നു. അപ്പോൾ അതിന് എൻ്റെ മാതാവിനോടും എൻ്റെ യേശു കർത്താവിനോടുമുള്ള ഏറ്റവും വലിയ നന്ദി ഞാൻ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷേർലി ജോണി. ഞാൻ ചുവര സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 21 ഞാൻ ഉടമ്പടിയിൽ ആദ്യമായി എൻ്റെ മകൻ്റെ കാര്യമാണ് വെച്ചത്.
എൻ്റെ മകൻ വിദേശ ജോലി ഒരു സ്വപ്നമായിരുന്നു. ഒരുപാട് നാൾ അവൻ പോവാൻ വേണ്ടി ആഗ്രഹിച്ചു, നടന്നു, ഒന്നും നടന്നില്ല. ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 2 മാസത്തിനുള്ളിൽ വിദേശ ജോലി UK പോകാൻ സാധിച്ചു. ഇതിനു മുമ്പ് അവനൊരു ഏജൻറ്റിന് 7 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അത് കിട്ടില്ല എന്ന് വിചാരിച്ചു. ഒരുപാട് നാൾ അവർ അത് തരാമെന്ന് പറയുന്നതല്ലാണ്ട് തരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ആ പൈസ തിരിച്ചു കിട്ടി. പിന്നെ ഒരു കാര്യം, ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, ധ്യാനവും ആരാധനയും കൂടുമായിരുന്നു. അങ്ങനെ ധ്യാനം കൂടി എൻ്റെ മൈഗ്രെയിൻ 37 വർഷമായ എൻ്റെ മൈഗ്രെയിൻ മാറിക്കിട്ടി. പിന്നെ മാതാവിൻ്റെ ജപമാല റാലിക്ക് ഞാൻ വന്നു. എനിക്ക് വെരിക്കോസ് വെയിനായിരുന്നു. എനിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. എന്നോട് എല്ലാവരും പോകണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മാതാവിൻ്റെ റാലി കൂടാനായിട്ട് വന്നു. എൻ്റെ പകുതി വഴി വന്നപ്പോൾ എൻ്റെ കാല് കുഴഞ്ഞു പോയി, എനിക്ക് നടക്കാൻ പറ്റാതെയായി. എന്നിട്ട് എൻ്റെ കൂടെ വന്നവരെല്ലാം അർത്തിങ്കലെത്തി. എനിക്ക് നടക്കാൻ സാധിച്ചില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ അർത്തിങ്കൽ എത്തിക്കണേ എന്ന് പറഞ്ഞു. മാതാവ് എന്നെ അർത്തിങ്കൽ എത്തിച്ചു. ഞാൻ റാലി പൂർത്തിയാക്കി. എൻ്റെ കാലുവേദന മാറി. പിന്നെ ഇവിടുന്ന് എനിക്ക് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായത് കാരണം രാവിലെ കുർബാനക്കൊന്നും ഞാൻ പോകില്ലായിരുന്നു. ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകുകയുള്ളായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങണത് കാരണം വെളുപ്പിന് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 90 ദിവസം ഞാൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കുകൊണ്ടു. ഇതുവരെ എല്ലാ ഉടമ്പടി എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ പാലിച്ചു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം, കുർബാന സ്വീകരണം, കുംഭസാരം, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ പാലിച്ചു. ഇതുവരെ എനിക്ക് ചെയ്തു തന്ന എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.